അങ്ങനെ കുറെ അടുത്ത മറുപടിയിൽ അതും കൂടി തിരുത്തിക്കോളൂ. മുഅക്കദായ നോമ്പ് പറഞ്ഞെങ്കിൽ മനസ്സിലായോ? ശക്തിയായി സുന്നത്തുള്ള നോമ്പ്, അതിൽ മിഅ്റാജ് ഇല്ല എന്നാണ് അയാൾ പറയുന്നത്. മഹാനരായ ഷെയ്ഖ് അബ്ദുൽ ഖാദിറുൽ ജീലാനി തങ്ങള് 60 മാസത്തെ കൂലിയാണ് ഒറ്റ നോമ്പിന് എന്നാണ്. ശക്തിയായ സുന്നത്ത് എപ്പോഴാകല്? അതിനത്രയും പ്രതിഫലമുണ്ടാകുമ്പോ. 60 മാസത്തെ പ്രത്യേകത പ്രതിഫലം അതിനുണ്ടെങ്കിൽ അത് ശക്തിയായ സുന്നത്ത് തന്നെയാണ്. ഇനി ഫുള്ളവിടെ എടുക്കട്ടെ, നമുക്ക് കേൾക്കാം. അതിന് മുമ്പ് ഇതിന് കൃത്യമായി വടശ്ശേരി ഉസ്താദ് മറുപടി പറയുന്നുണ്ട്. നമുക്ക് അതും കൂടെ ഒന്ന് കേട്ടോക്കാലോ. ആ പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞു, നമ്മുടെ പാഠപുസ്തകത്തിൽ പോലും ഈ നോമ്പിനെ പറ്റി പഠിപ്പിക്കുന്നില്ല. പക്ഷേ ഈ നോമ്പ് വളരെ മഹത്വമുള്ളതാണ്. അത് മഹത്വമുള്ളതാണ് എന്ന് ഫത്താവൽ കുബ്രയിലുണ്ട്, ഉന്നത്തിലുണ്ട്, അതുപോലെ തന്നെ ഫത്തുൽ മുഈനിലുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഇമാം ഖസാനി തങ്ങളുടെ യഹ്യയിലുണ്ട്. ഞാൻ തന്നെ ഈ വർഷത്തെ റജബ് 27 സിറാജ് സപ്ലിമെന്റിൽ ഈ മെഹ്റാജിന്റെ നോമ്പിന്റെ മഹത്വത്തെപ്പറ്റി ഞാൻ ലേഖനം എഴുതിയിട്ടുണ്ട്. നമ്മൾ ആ നോമ്പിനൊന്നും ഒരിക്കലും നിഷേധിക്കുന്നില്ല, നിഷേധിക്കാൻ ഒരു മുഅ്മിന് കഴിയൂല. പക്ഷെ നമ്മുടെ പ്രവർത്തകന്മാരോട് സംസാരിക്കുമ്പോൾ, പ്രിയ സുഹൃത്തുക്കളെ, സമ്മേളനം ഒരു ദിവസം ഇങ്ങോട്ട് മാറ്റിയതിൽ നിങ്ങൾക്ക് പ്രയാസം വരരുത്. പ്രയാസങ്ങളൊക്കെ ദുന്യവിൻ്റെ വിഷയമാണ്. പൈസ നഷ്ടപ്പെടുവോ, ഇനി ടിക്കറ്റ് കിട്ടുമോ കിട്ടൂലേ എന്നുള്ള വിഷയമല്ലേ. അതിനേക്കാളൊക്കെ വലുത് നമ്മുടെ നേതാക്കന്മാരുടെ സൂക്ഷ്മതയാണ്. അതാണ് നമ്മൾ പാലിക്കേണ്ടത്. ഇതാണ് ആ പ്രസംഗത്തിൻ്റെ ഉദ്ദേശം. അത് കേട്ടാൽ ആർക്കും അത് മനസ്സിലാവും. അല്പം മുഖ് വേണമെന്ന് മാത്രം, പിത്തന രക്തത്തിൽ അരിഞ്ഞു ചേരരുത് എന്ന് മാത്രം. അതിന് ചില അഹവാമാര് ഒരു അടുപ്പും കല്ല് പോലത്തെ 3 എണ്ണല്ലേ, അവർക്ക് ഭയങ്കര കോള് കിട്ടി. എന്താ ഈ അഹവാന്മാർ പറയണറിയോ? നിങ്ങൾ എന്നെ വിമർശിക്കല്ല, ഒരു നന്മ അവരെ പറ്റി നന്മ എന്ന് പറയാൻ പാടില്ല. അവര് ഖൈർ ഉദ്ദേശിക്കുന്നവരല്ല, നന്മ ഉദ്ദേശിക്കുന്നവരല്ല. ഖൈറോ മറ്റോ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെങ്കിൽ എൻ്റെ പറ്റി മേറാജിൻ്റെ നോമ്പ് പാഠപുസ്തകത്തിൽ ഇല്ലാന്ന് ഇയാൾ പറഞ്ഞു, അതുപോലെ പാഠപുസ്തകത്തിൽ ഉണ്ടോയെന്നോ നോക്കിയല്ലേ. ഉണ്ടെങ്കിൽ നിങ്ങളെ പാഠപുസ്തകത്തിൽ 3ാം ക്ലാസ്സിൽ ആ നോമ്പിനെ പറ്റി പഠിപ്പിക്കുന്നുണ്ടല്ലോ, അതല്ലേ പറയണ്ടേ. പക്ഷെ ഈ അഹവാന്മാർ ചെയ്ത പണി എന്തായാലും നിങ്ങൾ സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ ബുക്കിൽ ആ നോമ്പിനെ പറ്റി പരാമർശമേ ഇല്ല. അവർക്ക് മേറാജില്ല, നോമ്പില്ല എന്ന് പറഞ്ഞ് ഈ അടുപ്പും കല്ലുകളെയോ പ്രസംഗമൊന്നും കേൾക്കാൻ ആരുണ്ടാവില്ല. അത് നിശ്ചിതമായി ഫിക്സഡ് അവർ കൊണ്ടുവരുന്ന ഓട്ടോറിക്ഷയിലുള്ള ആളെ തന്നെ അതിലുണ്ടാവുള്ളൂ. പക്ഷെ ഇത് മൊബൈലിൽ കൂടെ ഫ്ലാഷ് ആവുമ്പോൾ, സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുമ്പോൾ ഏതെങ്കിലും പാവപ്പെട്ട ജനങ്ങൾ മേറാജിൽ നോമ്പ് നിഷേധിച്ചോ എന്ന് തോന്നിപ്പോകും. അതിനവർ മുമ്പും പിമ്പും കക്കുകയാണ്, ആദ്യം അവസാനം മുറിക്കുകയാണ്, അവരും ആഹ്റും മുറിക്കുകയാണ്. എന്നിട്ട് അവർക്ക് വേണ്ട ഫിത്തന ഫസാദിന് വേണ്ട വാക്ക് മാത്രം ഫ്ലാഷ് ചെയ്യുക. അതിൽ പ്രവർത്തകന്മാർ തെറ്റിദ്ധരിക്കരുത് എന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല. അതിലൊന്നും ആരും തെറ്റിദ്ധരിക്കൂല. മെഹ്റാജിന്റെ നോമ്പിന്റെ കാര്യങ്ങൾ. അപ്പോൾ ബഹുമാനപ്പെട്ട വടശ്ശേരി ഉസ്താദ് കേരള യാത്രയുടെ അവസാനത്തെ ആ ദിവസത്തെ സംബന്ധിച്ച് വിശദീകരിച്ച സമയത്ത് റജബ് മാസവുമായി ബന്ധപ്പെട്ട് ചെറിയൊരു വിഷയം പറഞ്ഞിരുന്നു. അതിൽ ഇന്നതാണ് എന്ന് ബഹുമാനപ്പെട്ടവർ വിശദീകരിച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അപ്പുറവും ഇപ്പുറവും കട്ട് ചെയ്ത് അടുപ്പും കല്ലുകൾ അവരുടെ തനി സ്വഭാവം കാട്ടിയിരിക്കുകയാണ്. അതാണ് പിന്നീട് ബഹുമാനപ്പെട്ട വടശ്ശേരി ഉസ്താദിനെ നേരെ വന്നുകൊണ്ട് ഇത് വിശദീകരിക്കുന്നത്. ബഹുമാനപ്പെട്ട വടശ്ശേരി ഉസ്താദ് തന്നെ ഈ വർഷത്തിലെ സിറാജി പത്രത്തിൽ പോലും റജബിൻ്റെ മഹത്വം പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ടവർ കാണാത്ത ഇബാറത്തൊന്നും നൗഷാദ് ഒതുക്കുന്നവർ കണ്ടിട്ടുമില്ല. ഈ 3 അടുപ്പും കൊണ്ടും കണ്ടിട്ടുണ്ടാവില്ല. എന്നിട്ട് ഇവരിങ്ങനെ എന്നിട്ട് വലിയ ഇബാറത്ത് പഠിപ്പിച്ചു കൊടുക്കുക. ആർക്ക്? വടശ്ശേരിക്ക്. ഏതാണെങ്കിലും ഇവരെ മാതിരി ഇവന്മാരെന്നാലും അതേ സമയത്ത് റമദാൻ മാസം നട്ടുവെച്ച നേരത്ത് KC അബ്ദുള്ള കോഴി ബിരിയാണി കൊടുത്താൽ തിന്നാന്നാണ് പറയുന്നത്. യാതൊരു എളുപ്പമില്ലാതെ തിന്നാന്ന് മാത്രമല്ല,
തിന്നാതെ നോറ്റ നോമ്പിനെക്കാട്ടിയും പവിത്രത തിന്ന നോമ്പിനാണ് എന്ന്. ഏത് നോമ്പ്? റമദാൻ മാസം. അതാ ഈ മൊയന്താളവാദം. ഇത്രമാത്രം വൈരുദ്ധ്യമാണ്. ആലോചിച്ച് നോക്ക്. എങ്ങനുണ്ട്?